ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ട്രീറ്റ്മെൻറ്റിനായിട്ട് അഗസ്ത്യകൂടത്തിലെത്തുന്നു. അവിടെ വെച്ച് സാഗറിനെ കാണുന്നുണ്ട്. പഴയതുപോലെയല്ല സാഗറിനെ കാണുന്നതും സാഗറിൻ്റെ അടുത്ത് നിന്ന് സ്നേഹത്തോടെ സംസാരിക്കുക ചെയ്യുന്നുണ്ട്. കണ്ണനും മഹിയും സാഹചര്യങ്ങളാണ് എല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചതെന്നും മഞ്ജുവിനെ ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നെല്ലാം സാഗർ പറയുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് കണ്ണൻ പറയുന്നുണ്ടെങ്കിലും ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്നേഹത്തോടെ നിരസിക്കുകയാണ് സാഗർ ചെയ്തത്. ശേഷം തോമസ് സാറിനെ കാണാനായിട്ട് കണ്ണനും മഹിയും എത്തുന്നു. കൊടും കാട്ടിൽ നിന്നുള്ള ഔഷധ സസ്യങ്ങളും കഠിനമായിട്ടുള്ള മന്ത്രോച്ചാരണങ്ങളും ഉരുവിട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക ചികിത്സയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നും കണ്ണന് ആരുടെയും സഹായം കൂടാതെ നടക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നെല്ലാം വൈദ്യൻ പറയുമ്പോൾ കണ്ണേട്ടൻ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിട്ടുണ്ട് എന്ന് മഹി പറയുമ്പോൾ മലയ്ക്ക് പോകാനല്ല, മല ചവിട്ടാൻ വേണ്ടിയിട്ടാണ്. പമ്പയിൽ നിന്നും സന്നിധാനം വരെ നടന്നു പോകാൻ കഴിഞ്ഞില്ലെങ്കിലും 18ാം പടിയെങ്കിലും ചവിട്ടാൻ കഴിയണം. കണ്ണൻ്റെ പ്രാർത്ഥന ഒരിക്കലും അയ്യപ്പസ്വാമിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്നും വൈദ്യൻ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണൻ നടന്നു തുടങ്ങിയാൽ അതൊരിക്കലും കണ്ണൻ്റെ ശത്രുക്കൾ അറിയാൻ പാടില്ല. മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് കണ്ണൻ്റെ ശരീരത്തിൽ ഇത്ര വേഗത്തിൽ മരുന്നുകളെല്ലാം പ്രവർത്തിച്ചത്. കണ്ണൻ എഴുന്നേറ്റ് തുടങ്ങിയാലും നടന്നു തുടങ്ങിയാലും 1.5 വർഷം വരെ ചികിത്സ തുടരണം. കണ്ണൻ്റെ ശരീരത്തിന് ഇനി ഒരിക്കലും തളർച്ച ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുന്നത് വരെ നിങ്ങൾ ഇവിടേക്ക് വരേണ്ടി വരുമെന്നും തോമസ് സാറ് പറയുന്നുണ്ട്. തുടർന്ന് അവർ സാഗറിൻ്റെ മാറ്റത്തെക്കുറിച്ചും സാഗറിനോട് സ്നേഹത്തെ സംസാരിച്ചു എന്നെല്ലാം മഹി പറയുമ്പോൾ എന്തായാലും മഞ്ജുവിനെ അവൻ കരയിക്കാതിരുന്നാൽ മതിയായിരുന്നു. അവനെ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കണമെങ്കിൽ കുറച്ചു കാലം കൂടി വേണ്ടി വരും. കഞ്ചാവ് കാറിൽ ഒളിപ്പിച്ച് സാഗറിനെ ചതിച്ചത് മേഘനാണ്. എങ്കിലും മഞ്ജുവിന് നല്ലൊരു കുടുംബജീവിതം കൊടുക്കാനായിട്ട് അവന് കഴിയണമെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ എന്താ കണ്ണ, തൻ്റെ മനസ്സിൽ ഇപ്പോഴും സാഗറിനെ കുറിച്ച് നേരിയ സംശയം ബാക്കി കുഴപ്പമുണ്ടോ എന്ന് വൈദ്യൻ ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല സാർ, അവനെ കാണുമ്പോഴൊക്കെ പഴയതെല്ലാം മനസ്സിലേക്ക് കടന്നു വരും. അത് പൂർണ്ണമായിട്ട് മാറാൻ കുറച്ച് സമയം എടുക്കുമെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ നാളെയല്ലേ കണ്ണൻ്റെ പിറന്നാൾ, ഇന്ന് അർദ്ധരാത്രിയോട് തന്നെ കണ്ണൻ്റെ ചികിത്സ തുടങ്ങുമെന്ന് പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ. പിന്നീട് ഉണ്ണി റിമാൻഡിൽ കഴിയുന്ന മേഘനെ കാണാനായിട്ട് എത്തുന്നു. അവർ രണ്ടുപേരും കൂടി ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെന്നും ഇങ്ങനെ കൃത്യമായിട്ട് അവരവിടെ പോകണമെങ്കിൽ ചികിത്സ കൊണ്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടായി കാണുമോ, ഇനി അയാൾ അങ്ങനെ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ കരുണയുടെയും അവളുടെ വീട്ടുകാരുടെയും മുന്നിൽ ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ്, ഇനി കരുണയ്ക്ക് മുൻപ് അവർക്ക് എങ്ങാനും കുഞ്ഞു പിറന്നാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അതിൽ ഒറ്റ വഴിയുള്ളൂ ഉണ്ണി, അവൻ്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തളർന്നു പോകണം. ഈ വൃശ്ചികത്തിൽ അവർ മഹാലക്ഷ്മിയെ നഷ്ടപ്പെടണം. ഒരു തൃക്കാർത്തിക ദിവസമല്ലേ അവൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ മഹാലക്ഷ്മിയും നഷ്ടപ്പെടണം. മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ്റെ കാര്യത്തിൽ ഇത്ര വേഗത്തിൽ ഫലപ്രാപ്തി ഉണ്ടായത്. അത് അവൾ കണ്ണനെ വിട്ടു പോകുന്നതോടെ വീണ്ടും അവൻ പഴയ അവസ്ഥയിലാകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചില പദ്ധതികൾ മനസ്സിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട് കേട്ടോ മേഘൻ. പിന്നീട് പ്രതാപനാണെങ്കിലും ഒരു കൊട്ടേഷൻ കൊണ്ടേ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്താനായിട്ട് ഏർപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് ഇതെങ്ങാനും നടക്കൂ പ്രതാപ, അന്ന് അവളെ നമ്മുടെ വീട്ടിൽ നിന്നും ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കി, പക്ഷേ ആ മാർക്കോ വന്ന് അവളെ രക്ഷിച്ചു. അവളെ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് തന്നെ തിരിച്ചടിയായിട്ടല്ലേ വരുന്നത് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ഇത്തവണ ചെവി അറിയാതെ നമ്മൾ നടത്തും അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് കണ്ണൻ്റെ ചികിത്സയ്ക്കുള്ള മരുന്നുകൂട്ടുകളെല്ലാം തയ്യാറാക്കുന്നുണ്ട്. മഹിയാണെങ്കിൽ അതെല്ലാം നോക്കിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് മഹാലക്ഷ്മി തോമസ് ഡോക്ടറോടായിട്ട് പറയുന്നുണ്ട് കൂടുതലൊന്നും വേണ്ട, 18ാം പടിയെങ്കിലും നടന്ന് കയറാൻ പറ്റിയാൽ കണ്ണേട്ടന് പറ്റിക്കഴിഞ്ഞാൽ അത്രയും ആശ്വാസം എന്ന് മഹി പറയുമ്പോൾ മോൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ കണ്ണൻ്റെ കാര്യത്തിൽ ഇത്ര വേഗത്തിൽ ഒരു ഫലപ്രാപ്തി നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ഈശ്വരനെ മുറുകെ പിടിക്കുന്നവരുടെ ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹം സാധിച്ചു തരിക തന്നെ ചെയ്യും. ഇന്നത്തെ അർദ്ധരാത്രിയോടെ നടക്കുന്ന ചികിത്സയിൽ മോള് ഭഗവാനെ മുറുകെ പിടിച്ചോളൂ എന്നും വൈദ്യൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. അങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് കണ്ണൻ്റെ ചികിത്സ തുടങ്ങുന്നു. നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയും ശരണം വിളിയോടെ അയ്യപ്പസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുന്നുണ്ട്. ചികിത്സ തുടങ്ങുന്നതിന് മുൻപ് തോമസ് ഡോക്ടർ കണ്ണനോടും മഹിയോടായിട്ട് പറയുന്നുണ്ട് അങ്ങേയറ്റം ഭക്തിയോടെ ചെയ്യേണ്ട ഒരു ചികിത്സയാണ് ഇത്. അതുകൊണ്ട് ചികിത്സ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹിയും ശരണമന്ത്രങ്ങൾ ഉരുവിടുന്നുണ്ട് കേട്ടോ. തുടർന്ന് വൈദ്യനും ജയപാലനും ചേർന്ന് ശക്തിയേറിയിട്ടുള്ള ആ ഔഷധക്കൂട്ടുകൾ കണ്ണൻ്റെ ശരീരത്തിൽ ആകമാനം തേച്ച് പിടിപ്പിച്ച് ഒഴിച്ചിലൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ശക്തിയായിട്ടുള്ള മന്ത്രങ്ങളും ഇതേ സമയം വൈദ്യൻ ഉരുവിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.
അങ്ങനെ 1-2 മണിക്കൂർ നേരത്തെ ആ ചികിത്സയ്ക്ക് ശേഷം ഇനി കണ്ണൻ കുറച്ചു നേരം ഈ മരുന്നും ശരീരത്തിൽ വെച്ച് ഇതേ കിടപ്പ് കിടക്കണമെന്നും മഹാലക്ഷ്മി മുറിയിൽ പോയി കുറച്ചു നേരം വിശ്രമിച്ചോളൂ. നാളെ രാവിലെ കണ്ണൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നാളെ കണ്ണൻ്റെ പിറന്നാൾ ദിവസമായി തൃക്കാർത്തികയല്ലേ, മഹാലക്ഷ്മിക്ക് അമ്പലത്തിൽ പോകാനുള്ളതല്ലേ, അതുകൊണ്ട് മുറിയിൽ പോയി വിശ്രമിച്ചോളൂ, കണ്ണൻ്റെ കാര്യം ആലോചിച്ചൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യൻ മഹിയെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ മഹി മുറിയിലേക്ക് പോകുന്നു. ഇതേ സമയം തന്നെയാണ് പ്രതാപൻ പറഞ്ഞു വിട്ട കൊട്ടേഷൻ കൊണ്ട് അഗസ്ത്യകൂടത്തിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ ഒന്ന് ഉറക്കം പിടിക്കുന്ന സമയമാണ്. പെട്ടെന്ന് വാതിലിലാലോ തട്ടുന്ന ശബ്ദം കേട്ട് മഹി ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ ജയപാലൻ ചേട്ടൻ എങ്ങനെയും ആയിരിക്കും കണ്ണൻ്റെ കാര്യം പറയാനായിരിക്കും വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് മഹി കതക് തുറക്കുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി ആരോ മുഖം പൊത്തിപ്പിടിച്ച് അവിടെ നിന്നും തട്ടിക്കൊണ്ട് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് നമ്മുടെ കണ്ണൻ്റെ കാര്യത്തിലും ആ ഒരു വലിയ അത്ഭുതം സംഭവിക്കുന്നത്. അതായത് കണ്ണന് ആ ചികിത്സ കൊണ്ട് തന്നെ എഴുന്നേൽക്കാനും നടക്കാനും ഒക്കെ കഴിയുന്നുണ്ട്, പരസഹായം കൂടാതെ തന്നെ. അങ്ങനെ കണ്ണൻ മുറി വിട്ട് എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ ഇതേ സമയം തന്നെയാണ് ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ണൻ കാണുന്നത്. അതായത് ഒരു കൊട്ടേഷൻ ഒരു ഗുണ്ട വന്ന് മഹിയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കണ്ണനാണെങ്കിൽ എന്തോ ഒരു ശക്തി എവിടുന്നോ വന്നതുപോലെ ആ ഗുണ്ടയെ തൊഴിച്ചു വീഴ്ത്തുകയും അയാൾക്ക് കണക്കിന് കൊടുത്ത് അയാളെ അവിടെ നിന്നും പറഞ്ഞു വിട്ട് ഇത്തവണ മഹാലക്ഷ്മിയെ രക്ഷിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കണ്ണൻ തന്നെയാണ്. അങ്ങനെ കണ്ണൻ്റെ ആ ഒരു അത്ഭുതകരമായിട്ടുള്ള മാറ്റം, കണ്ണൻ എഴുന്നേറ്റ് വന്ന് ആ ഗുണ്ടയെ, ഇത്രയും ശക്തിയേറിയ ഗുണ്ടയെ തന്നെ കണക്കിന് കൊടുത്ത് അവിടെ നിന്ന് ഓടിച്ചു വിടുന്നത് മഹിയാണെങ്കിലും സന്തോഷത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മഹിക്കാണെങ്കിലും തൻ്റെ കണ്ണിൽ നിന്നും സന്തോഷം കൊണ്ട് കണ്ണുനീര് വഴിയാണ്, നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന മഹാലക്ഷ്മിയെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്